ആത്മാവിന്റെ സത്യത്തിന്റെ ആരാധന വിട്ട് കാളക്കുട്ടി ആരാധിക്കാൻ പോയപ്പോൾ സ്വർഗത്തിന്റെ കോപം ഇറങ്ങി. അതിലെ പോകുന്നവർ ചെറുപ്പക്കാർ കേട്ടാട്ട് മക്കളെ, അന്ന് ഞങ്ങളെ കാർക്കിച്ച് തുപ്പുമായിരുന്നു. കാർക്കിച്ച് തുപ്പുയവരെന്താ പറയുന്നത്? ഇത് മതം മാറ്റത്തിന്റെ സുവിശേഷമല്ല, ഇത് മനം മാറ്റി നിന്നെ അക്കരെ എത്തിക്കുന്നതാ. അതിന്റെ പേര് മാനസാന്തരം. പഴയ നിയമത്തിൽ ദൈവിക ആരാധനയ്ക്ക് വേണ്ടി ചിലരങ്ങ് മാറ്റപ്പെട്ടു പോയി. പണ്ട് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു തരാം, മോശ, മറ്റവൻ ആരാ? അഹരോൻ. മോശയ്ക്കിടയ്ക്ക് വിസിറ്റ് വിസ കിട്ടി. നമ്മുടെ പാസ്റ്റർ ദുബായി പോയോലെ മനസ്സിലാകുന്നവർക്കായി. മോശ എവിടെ പോയി? സീനായി പർവ്വതത്തിൽ പോയി. ആ സമയത്ത് ചർച്ച ആരെ ഏൽപ്പിച്ചിട്ട് പോയി? അഹരോനെ ഏൽപ്പിച്ചിട്ട് പോയി. അഹരോനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ മോശ നോക്കുന്നത് കാളക്കുട്ടി എല്ലാം കൂടെ കടന്ന് കുമ്പിടുന്നു. ഇതാ പഴയ നിയമത്തിൽ 3000 പേർ വീഴുന്നു. വായിക്കുന്നു പുറപ്പാട് പുസ്തകം 32, 26, 27, 28. ക്ലിയർ ആയിരിക്കണം വചനം. പുറപ്പാട് 32, 26, 28 വാക്യങ്ങൾ വായിച്ചോട്ടെ. പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ അടുക്കൽ വന്നുകൂടി. അടുത്ത വാക്ക്, അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടെ വാതിൽ കൂടി കടന്ന് താന്താന്റെ ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കാളക്കുട്ടിയെ കുമ്പിടുന്നവനെ തട്ടാനായി പറയുന്ന അഹരോന്റെ അകത്തിരുന്ന കാളക്കുട്ടിയ. അന്ന് വായിക്കാൻ മോനെ, അതാ പ്രസംഗം. അന്ന് മോശ പറഞ്ഞതുപോലെ ചെയ്തു. ലേവ്യർ ചെയ്തു. അടുത്തത് ഉറക്കം. അന്ന് ഏകദേശം 3000 പേർ വീണു. കരമുയർത്തുന്നവർക്കായി ആത്മാവിന്റെ സത്യത്തിന്റെ ആരാധന വിട്ട് കാളക്കുട്ടി ആരാധിക്കാൻ പോയപ്പോൾ സ്വർഗത്തിന്റെ കോപം ഇറങ്ങി. മോശയോട് സ്വർഗം പറഞ്ഞു, ലേവ്യരുടെ പാളയത്തുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ. അഹരോന്റെ വിഗ്രഹത്തെ കുമ്പിടുന്നവരുടെ അടുവിൽ രാത്രിയിൽ ഒരു സംഹാരമുണ്ടായി. 3000 പേർ പട്ടുവീണു. മനസ്സിലാകുന്നവർക്കായി ഇതൊരു കോൺട്രവേഷൻ കൊണ്ടുവരാൻ പോവാ. അങ്ങനെയെങ്കിൽ പത്രോസ് ലീഗായ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി സ്വർഗം വിളിച്ചു. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് പത്രോസ് ലീഗ മനസ്സിലാക്കാം. വായിക്കാം. മത്തായി 16, 17, 18. ബൈബിൾ ക്ലാസ് എടുക്കുന്ന പോലെ കേട്ടുകൊണ്ട് പോകണം. അതുകൊണ്ട് ഇത് അന്ത്യകാല പ്രഭാഷണം കൊണ്ട് ഇങ്ങനെ കൊടുത്ത് മത്തായി 16, 17, 18. വായിക്കാട്ടെ. ഫിലിപ്പിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മുമ്പലത്തെ വാക്യം, ആദ്യത്തെ വാക്യം വായിച്ച മോനെ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചത്. യേശു നിങ്ങൾ എന്നെ ആരെന്ന് അറിയുന്നുവെന്ന് ചോദിച്ചു. ചിലര് വായിച്ചാട്ടെ. ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള പുത്രനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗം എന്താ പറഞ്ഞ? ഇതുവരെ പത്രോസ് എന്നാ വിളിച്ച, ഇപ്പൊ കുടുംബ പേരൂടെ വിളിച്ചു. വായിച്ചാട്ടെ. നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എന്റെ പിതാവത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അവിടെ നിൽക്കട്ടെ. ഈ ശീമോൻ ആരാ? പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. പണ്ട് അരണ്ട വെളിച്ചത്തിൽ കർത്താവ് എവിടെ പോയി? ഗന്നസരേത്ത് തടാകത്തിൻ്റെ അവിടെ പോയി. കേട്ടാട്ട് ഇതാ സുവിശേഷ പ്രസംഗം. അപ്പം യേശു അവിടെ ചെന്നപ്പോൾ 2 പടകൾ ഇങ്ങനെ ശീമോൻ പത്രോസിനുള്ളതും അന്ത്രയോസിനുള്ള പടക് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. യേശു കയറണമെങ്കിൽ ഏത് പടകിൽ കയറണം? കഴുകലുള്ള പടകിലേ കയറൂ. നമ്മുടെ വിഴിഞ്ഞത്ത് പൂവാറിൽ ചില പടകുണ്ട്, മീൻ കിട്ടിയിൽ കൊച്ചുപീടി അടിച്ച് കടലയും കുറിച്ചുകൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ. അവൻ്റെ പടകിൽ കർത്താവ് കയറത്തില്ല. കരമുയർത്തുന്നവർക്കായി. ഇവൻ്റെ കൈ മീൻ കിട്ടിയില്ല. കേട്ടോണം, വചനവും കൂടെ കേട്ടോണം. പക്ഷെ അവൻ കഴുകുക. അവൻ്റെ അടുത്ത് ഒരാഗ്രഹമുണ്ട്, നാളെയെങ്കിലും വല്ലതും കിട്ടും. കർത്താവ് അവിടെ ചെന്നിട്ട് നമ്മുടെ ഉപദേശകരുടെ ഇന്ന് കണക്ക് കലക്ക വെള്ളത്തിൽ ചാടണമെന്ന് പറഞ്ഞില്ല. ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ഒരു പരസ്യം വന്നില്ല, 5 മിനിറ്റ് ഇത് തരുമെന്ന്. അവൻ നല്ലവനായിരുന്നു. അവൻ പറഞ്ഞു പരസ്യം നടത്താൻ കയറിക്കോളാൻ പറഞ്ഞു. കൂടെ കയറി കരയിൽ നിന്ന് അല്പം നീക്കാൻ പറഞ്ഞു. യേശു നല്ലൊരു പ്രസംഗം നടത്തിയപ്പോൾ പത്രോസ് ഒറ്റ വാക്ക്, ഞാൻ പാപിയായ മനുഷ്യനാണ്. സ്വോത്രം. അതാണ് സുവിശേഷം. ചങ്കിനകത്ത് കയറ്റിയപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രസംഗം കേട്ടിട്ട് പറയും, കർത്താവ് വല്ലതും കൊണ്ടേ തന്നേച്ചു വാ. സ്വോത്രം. ഇതല്ല പത്രോസ് പറഞ്ഞ ഞാൻ പാപിയായ മനുഷ്യൻ. ഉടനെ പത്രോസിനോട് സ്വർഗം ചോദിച്ചു, പത്രോസേ എന്താ നിന്റെ വിഷയം? നാഥാ, 4 യാമം മുഴുവനും കടലിനകത്ത് വലയിറക്കിയിട്ട് എൻ്റെ വലയ്ക്കകത്ത് ഒരു മീൻ പോലും കിട്ടിയില്ല. ശൂന്യമായ വലയാ. ഉടനെ നാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് നീ ഇതിനകത്ത് ഇറങ്ങാവൂ. നാഥൻ നിന്റെ പടകിനകത്ത് കയറിയാൽ വചനം കേട്ട് മുട്ടുമടക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വാക്കനുസരിച്ച് നിന്റെ ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കടലിന്റെ ശാസ്ത്രം അറിയാവുന്നവൻ മുക്കുവക്കുടലിൽ
വയലുകളിൽ വളർന്നവൻ. പൂഞ്ഞാൻ എവിടെ കിട്ടും, ചാള എവിടെ കിട്ടും, മത്തി എവിടെ കിട്ടും, അയില എവിടെ കിട്ടുമെന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവന്റെ വലയ്ക്കകത്തൊന്നും കയറിയില്ല. പക്ഷെ ഒരു കാര്യം, നാഥന്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ ആഴത്തിൽ കിടന്ന മീനിനെ വലയ്ക്കകത്ത് കൊടുക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പറയണം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി നിന്റെ ഹൃദയമാകുന്ന പടക് കാന്തന് വേണ്ടി വിട്ടുകൊടുക്കുമെങ്കിൽ, നിന്റെ കുടുംബജീവിതം നിന്റെ കാന്തന് വേണ്ടി വിട്ടുകൊടുക്കുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ശൂന്യതകളെ മാറ്റുക. പത്രോസിന്റെ പടകിനകത്ത് ഇറങ്ങിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, അവൻ ഞങ്ങളെ കൈവിടുകയില്ല, അനാഥരായി ഞങ്ങളെ കൈവിടുകയില്ല. ആരൊക്കെ തള്ളിയാലും നിന്റെ ജീവിതമാകുന്ന പടക് ഇന്ന് രാത്രി കർത്താവിന് വിട്ടുകൊടുത്താൽ ബ്രദർ, നിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം വിശ്വസ്തൻ. വചനം മനസ്സിലാകുന്നവർക്കായി. അപ്പൊ പത്രോസിന് പിടികിട്ടി, സാധാരണ കുപ്പായിട്ട റബ്ബി അല്ല. അങ്ങനെ ആ പത്രോസ് പടകും വലയും വിട്ടത് കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ഇന്ന് മുതൽ നീ മീൻപിടുത്തക്കാരനല്ല, നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ക്ലിയർ. അവനാ പറഞ്ഞത്, ആ പടകിൽ നിന്ന് ചാടിയ പുള്ളിയാ പറഞ്ഞത്, നീ ബറിയോനാ സീമോന്, നീ ഭാഗ്യവാൻ, ഇത് ജഡവും രക്തമല്ല നിനക്കിതിനെ വെളിപ്പെടുത്തിയത്. ആരാ നിനക്കിതിനെ വെളിപ്പെടുത്തിയത്? സർവശക്തനായ ദൈവം. അടുത്തത് ഈ പാറമേൽ. ഇത് പറഞ്ഞു. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. നീ പത്രോസ് ആകുന്നു. നീ പത്രോസ്. യഥാർത്ഥ പാറ ക്രിസ്തുവാ. ആ പാറയുടെ ഒരു കഷണമാ നീ പത്രോസ്. നീ പത്രോസ് ആകുന്നു. വായിച്ചാട്ടെ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. കരമുയർത്തുന്നവർക്കായി. പാതാള ഗോപുരങ്ങൾ. വായിച്ചാട്ട് മോനെ. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അടുത്തത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗരാജ്യത്തിൽ കെട്ടും. അടുത്തത്, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇതാ കിടക്കുന്ന ഇതാ പത്രോസിന്റെ വാഗ്ദാനം. അപ്പൊ ആദ്യത്തെ പോപ്പ് ആരായിരുന്നു? വായിച്ചു തരാം. സ്വോത്രം. പെന്തിക്കോസ് പെരുന്നാൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? യേശു 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. മോന് അപ്പോസ്തല പ്രവൃത്തി 2:40-41 ഒന്ന് എടുത്തോട്ടെ. എൻ്റെ പെൻഡ്രൈവ് അത്രയും ക്ലിയർ അല്ല, ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് എടുത്തു, കുഴപ്പമില്ല. സ്വോത്രം. എന്താ പ്രത്യേകത? പെന്തക്കോസ് പെരുന്നാളിൽ 107 പേർ. അത് യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി ഉണ്ടായിരുന്നു. 10 അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. അമ്മച്ചി കൈയടിച്ച് അഭിഷേകം പ്രാപിച്ചതാ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആ മറിയാമ്മച്ചെ കയറി കുഞ്ഞു മറിയെന്നൊന്നും വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അഭിഷേകം നിറഞ്ഞ മറിയാമ്മച്ചി എന്ന് പറയണം. സ്വോത്രം. പെന്തിക്കോസ് പെരുന്നാൾ. അതിൻ്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? 12 അപ്പോസ്തലന്മാർ. ഇതൊരു പ്രവചനമായിരുന്നു, യോബേലിൻ്റെ പ്രവചനം. യോബേലിനകത്ത് അഞ്ഞൻ എഴുതി, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിന് കീഴ് ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി. അവിടെ യെരൂശലേം ദേവാലയമാണ്, ഭയങ്കര ദേവാലയം. പക്ഷേ മർക്കോസിന്റെ മാളിക മുറി 120 പേർ. എത്ര ദിവസം? യേശു പോയി 240 മണിക്കൂർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തി താഴേക്ക്. അന്ന് പത്രോസ് പണ്ട് വാളെടുത്ത പുള്ളിയാ. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ വാൾ അവിടെ ഇട്ടാര വേറൊരു വാൾ നിനക്ക് ഞാൻ തരാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി അഭിഷേകത്തിന്റെ വാൾ. സ്വോത്രം. അവൻ ഒരൊറ്റ പ്രസംഗം നടത്തി. ആ സഭയാ ദൈവസഭ. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:40, 41, 42 വാക്യങ്ങൾ. വായിച്ചാൽ പല വാക്കുകളാലും മറ്റു പല വാക്കുകൾ. ആൾക്കാർ ഓടിക്കൂടി. ഇവിടെ ഭയങ്കര ദൈവ സാന്നിധ്യം. അടുത്തത് കേട്ടോ, രക്ഷയുടെ പ്രസംഗം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കൊണ്ടവർ കഴുകൽ പ്രാപിച്ചു, മുങ്ങി സ്നാനമേറ്റു. തളിയലല്ല, കൊടയിലല്ല, മുങ്ങിയെന്ന് കലക്ക വെള്ളത്തിൽ. അടുത്തത് വായിച്ചാട്ടെ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പഴയ നിയമസഭയിൽ ആരാധനയ്ക്ക് വേണ്ടി 3000 പേർ പട്ടുപോയപ്പോൾ ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പത്രോസിന്റെ വാക്ക് കേട്ട് 3000 പേർ സ്നാനപ്പെട്ടു. അന്ന് 3120 പേർ ആരംഭിക്കപ്പെട്ട സഭയാ ദൈവസഭ. കരമുയർത്തുന്നവർക്കായി, വചനം ക്ലിയറായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം പറയണം. 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3-ാമത്തെ ആലയം ദാ വരുന്നത് കോരശ തകർന്നു പോയി. ഇന്ന് യഹൂദനൊരാലയമില്ല. 4-ാമത് യഹൂദന് വേണ്ടി ഒരാലയം അവിടെ വരുന്നതിന് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. ആരാ? കരമുയർത്തുന്നവർക്ക്. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ അവസാന ദിനങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, കാലമേറയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ചങ്കിനകത്ത് വചനമിറങ്ങട്ടെ ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ആലയം പണിയും. അവൻ ആരാ? ഒരു സിറിയക്കാരനാണ് വരുന്നത്. ആലയം പണിഞ്ഞതിന് ശേഷം അവൻ 1-ാമത് എന്തു ചെയ്യും?
ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. പ്രസംഗം ക്ലിയർ ആയിരിക്കണം. വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. മോനെടുത്താട്ട് ദാനിയേൽ 12:11 വായിച്ച് സഹായിക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം എടുക്കാം മക്കളെ. ദാനിയേൽ പ്രവാചകൻ 12-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ഇസ്രായേലിലെ യാഗപീഠമില്ല, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. ഇന്നലെ ഞാൻ പറഞ്ഞു, സഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവം, മഹോപദ്രവം 1290 ദിവസം ചെല്ലും. 3.5 ദിവസം ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. അങ്ങനെയെങ്കിൽ റോബോട്ടിനെ ദൈവാലയത്തിൽ കൊണ്ടുവരും. എല്ലാവരും ഇവിടെ നിന്നാട്ട് ദാ കണ്ടോ, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് വരുമെന്ന് ദൈവാലയത്തിൽ അന്ന് രാത്രി കേട്ടോണം. അവളുടെ ഈ സോഫിയ എവിടെ വന്നെന്നറിയപ്പോൾ അവളും പേരൊക്കെ മാറ്റി. ചാറ്റ് GPT ഗ്രോക്ക് മനസ്സിലാക്കുന്നവർക്കായി. എവളാ ഇന്നത്തെ OP മേറ്റ. അത് കഴിഞ്ഞ് ഇന്നാൾ പാപ്പനംകോട് ആര് കേട്ടിട്ടുണ്ട്? നിങ്ങൾ ചൊവ്വായിന്ന് വന്നതാണ്, സന്തോഷമില്ലല്ലോ. പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് ഇന്നാൾ സോഫിയ വന്നെന്ന് കണ്ണാടിക്കാരിയായിട്ട്. അപ്പം മാതൃഭൂമിയുടെ ലേഖി അവളോട് ചോദിച്ചെന്ന് എന്തോ സംഭവം. അന്നേരം പറയാൻ എനിക്ക് കല്യാണം കഴിക്കാൻ പോകുന്നത്. സന്തോഷമില്ലല്ലോ, സ്വത്രം. എവിടെ മൂത്ത ചേച്ചി വരുമെന്ന് റോബോട്ട്. എവിടെ വരുമെന്നറിയാം? യെരുശലേം ദൈവാലയത്തിൽ. ബാക്കിയൂടെ നിങ്ങൾ കേൾക്കണം. ഈ അടുത്ത സമയത്ത് സ്വിറ്റ്സർലൻഡിൽ ഒരു സംഭവം നടന്നു. ഇവാഞ്ചലിക്കൽ ചർച്ച് രാവിലെ ചെന്നപ്പോൾ ഇടിവെട്ട് പ്രസംഗിക്കുന്ന റോബോട്ട്. ആൾക്കാർ നെഞ്ചത്ത് കൈവച്ചു പോയി. ഇത്രയും നല്ല പ്രസംഗമോ. 40 മിനിറ്റ് കഴിഞ്ഞപ്പം കറണ്ട് പോയി, റോബോട്ടിൻ്റെ ഫീസും പോയി. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. 2 ബാക്കിയൂടെ കേൾക്കണം. സ്വിറ്റ്സർലൻഡിലെ പ്ലുവർത്ത്. എല്ലാം കേൾക്കണം എന്നൊക്കെ അന്ത്യകാലം. സ്വിറ്റ്സർലൻഡിലെ പ്ലുവർത്തിൽ ഒരു ദിവസം രാവിലെ കത്തോലിക്ക പള്ളിയുടെ അവിടെ ഭയങ്കര ബഹളം. വണ്ടികളെല്ലാം കൂടുന്ന പോലീസ് വന്നു. ആരാണ്ട് പറഞ്ഞ് ജീസസ് വന്നിട്ട് എല്ലാവരെയും കുമ്പസാരിക്കുന്നെന്ന്. ജനം എല്ലാം കൂടെ കൂടി യേശു ക്രിസ്തു വന്ന് കുമ്പസാരിക്കുന്നെന്ന്. പോലീസിന് ട്രാഫിക്ക് നിയന്ത്രിക്കാൻ വയ്യ. നേരെ ഈ കുനിഞ്ഞിരിക്കുന്ന താടിയുള്ള പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ആർ യു ജീസസ്? അപ്പോൾ റോബോട്ട് പറയാ, ഐ ആം ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയന്ത്രിത ബുദ്ധിയാന്ന്. സ്വത്രം. ദാ കിടക്കുന്നു സ്വിറ്റ്സർലൻഡ് പ്ലുവർത്ത്. ഇതൊക്കെ മൊബൈലിൽ നോക്കണം. ദാണ്ട്. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടറിനെ എവിടെ കൊണ്ടുവരും? യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവരും. യഹൂദൻ ഒരു കാരണവശാലും വണങ്ങത്തില്ല. മനസ്സിലാകുന്നവർക്കായി. പുറപ്പാട് പുസ്തകം 24 വായിക്കണ്ട. മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. കരമുയർത്തുന്നവർക്കായി. അവൻ ഈ റോബോട്ടിന് ഒരു കാരണവശാലും വണങ്ങത്തില്ല. 2 ആൻറ്റി ക്രൈസ്റ്റ് ആദ്യം. വളരെ സാവധാനം ഇത് പ്രസംഗിക്കുന്നത് മനസ്സിലാക്കാൻ. ആൻറ്റി ക്രൈസ്റ്റ് ആദ്യം എന്ത് കൊണ്ടുവരും? ചുവന്ന പശുവിനെ കൊണ്ടുവരും. പിന്നെ അവൻ അങ്ങ് മാറ്റും. ഒരു യഹൂദന് വെറുക്കപ്പെട്ട ഒരു സാധനമുണ്ട്, പന്നി. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി സിറിയയുടെ ചരിത്രം പറയാം. പണ്ട് സിറിയയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ പ്രത്യേകതയായിരുന്നു, അവൻ്റെ പേരായിരുന്നു എന്താ? അന്തിക്കോസ് എപ്പിഫാനോസ്. കേട്ടോണം മക്കളെ, ഇതൊക്കെ ചരിത്രം. ഇതൊക്കെ യൂട്യൂബിൽ കേൾക്കണം. വെള്ളം കുടിക്കാതെ പറയുന്നത് കേട്ടോ. അന്തിക്കോസ് എപ്പിഫാനോസ്. പണ്ടൊരിക്കൽ അവൻ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. തിരിച്ച് ഇസ്രായേലിൽ കൂടെ വന്ന ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അവൻ്റെ വൈരാഗ്യം വരുന്നു. അന്ന് അവനൊരു കാര്യം ചെയ്തു. യഹൂദൻ വെറുക്കപ്പെട്ട പന്നിയെ ദൈവാലയത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ പന്നിയെ ദൈവാലയത്തിൽ അറുത്തു. നമ്പർ 1 റോബോട്ട് ആലയത്തിൽ സംസാരിക്കോ? മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. വായിക്കാം. 2 തെസ്സലോനിക്കർ 2:4 എടുത്താട്ട് ബൈബിൾ. റോബോട്ട് ദൈവാലയത്തിൽ ഇരുന്ന് സംസാരിക്കും. വായിച്ചാട്ട്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, ഇതാ എതിർ ക്രിസ്തു, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ഞാൻ ദൈവം. അടുത്തത് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള റോബോട്ട് പറയും, എന്നെ വണങ്ങിക്കോളാം. പൂജാ വിഷയം എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്ര? സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇന്നും കാൽവറി മോൻ പറഞ്ഞു, യേശു ക്രിസ്തു കാൽവറിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. കരമുയർത്തുന്നവർക്കായി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. യഥാർത്ഥ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം ഇന്ന് രാത്രി കേട്ടോണം. എന്താ സംഭവം എന്നറിയോ? പറഞ്ഞു തരാം. ഇവൻ റോബോട്ടിനെ കൊണ്ടുവെക്കും. റോബോട്ടിനെ യഹൂദൻ വണങ്ങത്തില്ല. രണ്ടാമത്തെ നിർണായകമായ സംഭവം, ആദ്യം ചുവന്ന പശു, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അവൻ പന്നിയെ കൊണ്ടുവരും. പന്നിയുടെ രക്തം ദൈവാലയത്തിൽ ഒഴിക്കും. യഹൂദന്റെ മുപ്പല്ലിക്കകത്ത് കയറ്റും. യഹൂദന്റെ നിലവിളി ഉയരും. മത്തായി 24:15-16 വായിക്കാം. മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, ബൈബിൾ ക്ലാസ് എടുക്കുന്ന പോലെ കേൾക്കണം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, യേശു പറയുന്നു, ആലയത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. ഇസ്രായേൽ ജനം മലകളിലേക്ക് ഓടിപ്പോകും. ബാക്കി തുടർന്ന പോനെ
മത്തായി 23:37 യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി നിനക്കോ മനസ്സായില്ല. ഒരു നിമിഷം, ആലയത്തിനകത്തൊരിക്കൽ റോബോട്ട് വരും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി എന്താ ഈ പ്രതിമയെ വണങ്ങാത്തവർ? നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ചെറുപ്പക്കാർ കളിക്കാവിളയിൽ പോയി ASI വിൻസെന്റിനെ വെടിവെച്ചു കൊന്നു. എതിർക്രിസ്തുവിന്റെ പട്ടാളക്കാർ അവരൊരു കാര്യം ചെയ്യും. എന്താ? യഹൂദൻ റോബോട്ടിനെ വണങ്ങത്തില്ല, പന്നിയുടെ രക്തം വായി കൊള്ളത്തില്ല. അന്നൊരു കാര്യം ചെയ്യും, യഹൂദന്റെ കഴുത്തിനകത്ത് ഷോൾ അണിയിക്ക്, എന്നിട്ട് യഹൂദന്റെ തലയറുത്ത് രക്തം താഴെ വീഴും. അച്ചായ അമ്മാമേ, ആ പേരാ പീഡാകാല രക്തസാക്ഷികൾ സഭയെടുക്കപ്പെട്ടാൽ വചനം ക്ലിയർ ആയിരിക്കണം. ഇന്ന് രാത്രി ആ രക്തം യഹൂദന്റെ താഴെ അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തുന്നവർക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഗെത്സമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി പിതാവിന്റെ സന്നിധിയിലേക്ക് തല ചായ്ച്ചു. എന്താ? ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഭാഷാൻ കൂട്ടന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും തന്നു. എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി തിന്നി. നിവർത്തിയായി ടെറ്റലസാൽ ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കയ്യിൽ കൊടുത്തു. യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി 6 ലിറ്റർ രക്തം ഒഴുകിയെങ്കിൽ യഹൂദന്റെ ദേവാലയത്തിൽ പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് കാഞ്ഞിരംകുളത്ത് ഒരു സംഭവം നടക്കും. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി നെല്ലിവിളയെ, കാഞ്ഞിരംകുളയെ, ചരിവുവിളയെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ആമോസിന്റെ പ്രവചനം, TPM-ന്റെ വാദക്ക്. മോൻ വായിരു മക്കളെ, വെള്ളമൊക്കെ കുടിച്ച് വായിച്ചോ. ഇത്ര ദൈവം സോദോമിനെയും ഗോമറയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. എല്ലാവരും കേട്ടോ, പ്രവചനമാ. അടുത്തത്, നിങ്ങൾ കത്തുന്ന തീ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. കൊച്ചി, മട്ടാഞ്ചേരി, ആഫ്രിക്ക, നൈജീരിയ എല്ലാം ഞാൻ കൊണ്ടുവന്ന് പാലും തേനും എടുക്കുന്ന കനാൻ ദേശം യഹൂദ. എന്നിട്ട് നീ മടങ്ങിയില്ല, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കരമുയർത്തുന്നവർക്കായി അവൻ സാക്ഷാൽ മശിഹായി വിട്ടുകളഞ്ഞു. അടുത്തത്, അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. ഇസ്രായേലേ, നിന്നോട് ചെയ്വൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. TPM-ന്റെ പൈത്തോമി എഴുതി വെച്ചിരിക്കുന്ന വാക്യ ഇതാ വരാൻ പോകുന്ന അന്ത്യകാല സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇസ്രായേലെടുത്ത് ആ രക്തം പറഞ്ഞപ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ന് രാത്രി അതുകൂടെ പറയാമായിരുന്നു. ദൈവദോഷ ബാക്കി പ്രസംഗം തീർന്നില്ല. ഒക്കൊന്നും മടക്കേണ്ട 4 കാര്യം കൂടെ ഉണ്ട്. എയർ ഇന്ത്യ വരാൻ പോകുന്നത് നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അതുകൂടെ പറഞ്ഞിട്ടേ നിർത്തത്തോളൂ. സ്വോത്രം. ഇരുന്നേറ്റാൽ വരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ബാക്കി പറയാം. ഇന്ന് രാത്രി ഇവിടെ 5 വയസ്സിൽ താഴെ പിന്നെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്സിൻ വന്നിട്ടുണ്ട്. പോളിയോ. സന്തോഷമില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. മരണ വീട്ടിൽ ഇരിക്കുന്ന ആരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. സ്വോത്രം. പോളിയോ വാക്സിൻ കാഞ്ഞിരംകുളം പഞ്ചായത്ത്, ചാണിയിലെ ഗ്രാമത്തിലെ പഞ്ചായത്തുകാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ. പോളിയോ 5 വയസ്സിൽ താഴെയുള്ള. അപ്പോൾ PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചാരാ? ഒരു യഹൂദൻ, അവൻ്റെ പേര് ജോൺ ലിറ്റിൽ വാക്സ്. എഴുതിക്കോ, പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ചായ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരണം. സ്വോത്രം. ഇതൊക്കെ എഴുതിയിട്ട് അതുകൊണ്ടാണ് പറയാം. PSCക്ക് വരും ജോൺ ലിറ്റിൽ വാക്സ്. അവനാ പോളിയോ കണ്ടുപിടിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ പോളിയോ നമ്മുടെ അംഗൻവാടി ആശാ വർക്കർമാരെല്ലാം വീട്ടിൽ സുമതി ചേച്ചിയോട് പറയും, സുമമോടെ കുഞ്ഞിനെ കൊണ്ടുവരണേ. അന്ന് കുഞ്ഞിനെ കൊണ്ടുവരാതെ പാറച്ചാല ചീലാമണിൽ കല്യാണം കൊണ്ടെത്തി ചിക്കൻ കാലില്ല പോകും. പിന്നെ നിന്റെ കൊച്ചു പോളിയോ വന്നിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നീ ചെയ്യാനുള്ള നീ ചെയ്യണം. മനസ്സിലാകുന്നവർക്ക് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ചെന്നാലുള്ളത് പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് രാത്രി ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റോ ശ്രീ മോഡി സാറോ ശ്രീ പിണറായി വിജയൻ സാറോ വീണ ജോർജോ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പഞ്ചായത്തുകാർ കോട നിവർത്തി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക, 2 പെങ്കൊച്ചുങ്ങൾ മൊബൈലും ഞെക്കിയിട്ട് കൊണ്ടുപോകാൻ കുഞ്ഞിനെ കൊണ്ടുപോകാം. അത് സൗജന്യമായ പോളിയോ. വരാനിരിക്കുന്ന പോളിയോയ്ക്ക് മുമ്പ് കൊടുക്കുന്ന വാക്സിൻ. എന്നാൽ മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ വിപത്ത്, മദ്യപാനം, മയക്കുമരുന്ന്, കഞ്ചാവ്, കുടുംബത്തിൽ കലകം, കത്തിക്കുത്ത്. ഇതിനേതെങ്കിലും ഒരു വാക്സിൻ
വല്ലവർക്ക് തരാൻ പറ്റൂ? ഇന്ന് ഞങ്ങൾ കാഞ്ഞിരംകുളത്ത് പ്രസംഗം തീർക്കാം. നമ്മുടെ നെല്ലിമൂട്ടിലൊരു പയ്യന് പാപം. ആരാണ്ട് പറഞ്ഞ് കണ്ണമൂല ജനലാശുപത്രി പോയാൽ മതി, നിനക്ക് പാപത്തിന് തുള്ളി മരുന്ന് കിട്ടുമെന്ന്. മനസ്സിലാകുന്നവർക്കായി അവൻ നേരെ കണ്ണമൂല ജനലാശുപത്രി പോയി ചീഫ് ഫിസിഷ്യനെ കണ്ട്, സാറേ എനിക്ക് പാപമുണ്ട്, തുള്ളി മരുന്ന്. അദ്ദേഹം പറഞ്ഞു കടക്ക് പുറത്തെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു നീ പേരൂർ കടയിൽ പോയി ഒരാഴ്ച അഡ്മിറ്റ് ചെയ്ത് ചിലപ്പം നമുക്ക് ആൻറ്റിബയോട്ടിക് വഴി തരാമെന്ന്. പേരൂർ കട ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മിണ്ടരുത്, സ്ഥലം വിട്ടോളാം, പാപത്തിന് ഇവിടെ മരുന്നില്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു മെഡിക്കൽ കോളേജ് ചെല്ല്, ചിലപ്പോൾ ഈ അപ്പൻഡിസെക്ടമി കീറുന്നോളം നിൻ്റെ പാപം കീറിയെടുക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സർജനെ ചെന്ന് കണ്ട് സർജനോട് പറഞ്ഞു സാറേ എൻ്റെ അകത്ത് പാപമുണ്ട്, കീറിയെടുക്കണം. അവരും തള്ളി. അത് കഴിഞ്ഞ് നാലാമത് ആരാണ്ട് പറഞ്ഞു കുഞ്ഞെ RCC ചെല്ല്, കിടന്നാൽ മതി, റേഡിയേഷൻ അടിച്ചുള്ളത് അങ്ങ് കരിക്കുമെന്ന്. RCC ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് അവരോട് പറഞ്ഞു എനിക്ക് രോഗം ഇതാ, പാപം, റേഡിയേഷൻ. അവരും പുറത്ത് കളഞ്ഞു. ഇന്ന് രാത്രി കവലയ്ക്കകത്തും റോഡിനകത്തും കേൾക്കുന്ന ദൈവമക്കളോട് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാരാസെറ്റമോൾ ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആൻറ്റിബയോട്ടിക് ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി സർജറി ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി റേഡിയേഷൻ ഇല്ല, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ചരിവ് വിളയിൽ ഞങ്ങളൊരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, പോളിയോ അല്ല. ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്ക് നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി തായെ തകർപ്പരെ തമ്പി തങ്കച്ചി இந்த நாள்களில் உண்மையான சந்தேசம் எங்க நீங்க பார்க்குது, நீ எங்க போக கூடாது. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക രാജാവെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് അവൻ മടങ്ങി വരുന്നെന്ന് കരമുയർത്തിയ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി. പലരും വിചാരിക്കും എന്തിനാ ഉപദേശി കൺവെൻഷൻ വെക്കുന്നത്. ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് 4 വാക്യം കഴിയുമ്പോൾ പാട്ടുപാടി നിർത്താം. അതോടുകൂടി ബാക്കി മറ്റൊരിക്കൽ തരും. കാസർഗോഡ് നിങ്ങളെല്ലാവരും കേൾക്കണം. കാസർഗോഡ് കരിവേടകത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ശരത്ലാലും കൃപേഷും മരിക്കപ്പെട്ട സ്ഥലം. കാസർഗോഡ് പെരിയയിൽ വളരെ പിന്നെ കൺവെൻഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവിടുത്തെ SPയുടെ അടുത്ത് ഒരു ഓർഡറിന് ചെന്ന് 40 പോലീസുകാർ കിടക്കുക, പെരിയ കൂട്ടക്കൊലക്കേസ്. അപ്പോൾ ആ സമയത്ത് പെർമിഷൻ കൊടുക്കുകയല്ല. ഗോപകുമാർ സാർ ഇവിടെ ഇരിക്കുന്നു. അന്ന് IG ഓഫീസിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ പറഞ്ഞു മോനെ എങ്ങനെങ്കിലും ഒരു പെർമിഷൻ തരണേ, പോലീസുകാർക്ക് നമ്മുടെ സുഹൃത്തുക്കളായുണ്ട്. അപ്പോൾ പറഞ്ഞു പാസ്റ്റാണോ പ്രസംഗിക്കുന്നത്, അവരോട് ആ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. ഇത് തിരുവനന്തപുരത്ത് അയച്ചു, നേരെ കാസർഗോഡ് തിരിച്ചയച്ചു, പെർമിഷൻ കിട്ടി. തിങ്കൾ ചൊവ്വ ബുധൻ ആകെ ഒരു കൊച്ചു കൺവെൻഷനാണ്. 200 പേരുടെ കസേരയുണ്ട്, പായുണ്ട്. ഒരു സ്വതന്ത്ര സഭയാണ് നടത്തുന്നത് കൺവെൻഷൻ. അപ്പോൾ ഞാൻ ഈ അന്നത്തെ കാലത്ത് ഈ CSIയിലൊക്കെ പ്രസംഗിക്കുന്നതായതുകൊണ്ട് 3 വർഷത്തിന് പിറകെ ഈ കാസർഗോഡ് നീലേശ്വരമൊക്കെ ഈ തിരുവനന്തപുരം CSIയിൽ അനവധി പേര് അധ്യാപകരുണ്ട്. അവരെല്ലാം ഈ പ്രസംഗമായിട്ട് വന്ന് ആദ്യ ദിവസം തന്നെ അവർക്ക് 200 കസേരയും റെഡിയായി, 350 പേരായി. പിന്നെ കസേര എടുക്കാനൊന്നും പൈസയില്ല. പാസ്റ്റർമാർ കേൾക്കണം. കാസർഗോഡ് ആൾക്കാർ പാത്തേതാ ഒരു കുഞ്ഞ് സ്റ്റേജ്, ഞാൻ 2 പാസ്റ്റർ, കീബോർഡ് വായിക്കുന്ന ഒരു മോന്, പാട്ടുകാരൻ 5 പേര്. 6ാമതൊരാൾ കയറിയാൽ ഉമാ തോമസ് വീണോല്ല സ്റ്റേജും വീഴും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ചോത്രം ഒരു കുഞ്ഞ സ്റ്റേജ്. 1-ാം ദിവസം ഞാൻ പ്രസംഗിച്ചു. 2-ാം ദിവസം ID ആധാറിനെ പറ്റിയാണ് പ്രസംഗിച്ച, കമ്പ്യൂട്ടർ. 2-ാം ദിവസം ഹൈന്ദവ സഹോദരന്മാരെല്ലാം അവിടെ കയ്യാലയുടെ അവിടെ വന്ന് കേട്ടു. എനിക്ക് കയ്യും തന്നു, ഈ ആധാർ എന്തുവാ ഇതെല്ലാം അവർ കേട്ടു. 3-ാം ദിവസം നല്ല ജനം, ഒറ്റ സീറ്റും ഇല്ല. ഞങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞു. എനിക്ക് രാത്രി 10:40 മംഗള എക്സ്പ്രസ്സാണ്. എവിടെ നിന്നറിയാവും? കാസർഗോഡ് നിന്ന്. അപ്പോൾ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പം അതിന് മുമ്പിട്ടേ പിള്ളേരോട് പറഞ്ഞു എനിക്ക് ചായ മാത്രം മതി, ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. ഞാൻ സ്റ്റേജ് പ്രസംഗിച്ച് എല്ലാവരും കേൾക്കണം. പ്രസംഗിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഉടുപ്പ് വിയർത്ത് പോയി. ജോസച്ച കേൾക്കണം, ഞാൻ സ്റ്റേജിൻ്റെ പുറകെ പോയി ഉടുപ്പ് മാറ്റാൻ പോയി. ഉടുപ്പ് മാറി ബാഗിൽ നിന്ന് മാറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സന്തോഷ് പാസ്റ്ററെ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ മരിക്കാൻ പോവുകയാണ്. സ്വോത്രം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. സ്വോത്രം. ഞാൻ ചോദിച്ചു നീ ആരാ മോനെ, എന്താ വിഷയം? പാസ്റ്ററെ, അവൻ പറയാ പേര് കേട്ടിട്ട്, പാസ്റ്ററെ 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കേൾക്കുക. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് പുറകെ വന്നിരിക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു നീ ആരാ? അയ്യോ ഞാൻ ആ പെരിയ കൂട്ടക്കൊലപാതക കേസ് വഴി കാട്ടിയവനെ ജാമ്യം എടുത്ത് വീട്ടിൽ നിൽക്കുക. ഇറങ്ങിയ തട്ടാൻ ആൾ നിൽക്കുക. എനിക്ക് നിൽക്കാൻ പോയി ഏത് സമയം മരിക്കും. ഞാനവനെ ചേർത്ത് പിടിച്ചു. അവിടെ ദൈവദാസന്മാരും ഉണ്ടായിരുന്നു. തലേ കൈവച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചു മോനെ നീ മരിക്കണ്ട, നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ കാൽവറിയിൽ പരമയാഗമായി. നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കൂ. വായി കൊണ്ട് ഏറ്റു പറ. ഒരു വഴി കാണിച്ചത് അവൻ കൊന്നവനല്ല. പാസ്റ്റർമാർ കേൾക്കണം, ഇത് കരയുക ധാരധാരയായിട്ട്. ഒരു ബൈബിള് കൊടുത്ത് ബുധനാഴ്ച രാത്രി ഞാനിഞ്ഞ് പോരുന്നു.
അപ്പോൾ അവരെന്നോട് പറഞ്ഞ് കാറൊന്നും കൊണ്ടുവിടാനില്ലെന്ന്. പാവപ്പെട്ട പിള്ളേർ. ഞാൻ പറഞ്ഞു സൈക്കിളുണ്ടോ? അത് സന്തോഷമില്ലല്ലോ സ്വോത്രം. നമുക്ക് ബൈക്കായാലും സന്തോഷമില്ലേ സ്വോത്രം. ആ പിള്ളേരെന്നെ ബൈക്കല്ല കൊണ്ടുവിട്ടത്. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക്, പിറ്റേ ഞായറാഴ്ച 2:30 അവിടെ കൺവെൻഷൻ പോയപ്പോൾ അവിടെ നിന്ന് ജോസ് പാസ്റ്റർ കാസർഗോഡ് നിന്ന് വിളിക്കുന്നു, പാസ്റ്ററെ 1000 കിട്ടിയില്ല, 1 കിട്ടി. മനസ്സിലാകുന്നവർക്കായി ഇതാ ക്രൂശിൻ്റെ വചനം. ഒരു കള്ളിമുണ്ട് കൊടുത്ത് ഞായറാഴ്ച അവൻ കൊടുത്ത ബൈബിളുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഏത് പാപിയെയും കഠിന ഹൃദയത്തിന് മാനസാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിന് കഴിയും. അതാ ഇന്ന് രാത്രി ഇത് തകർക്കുന്ന സന്ദേശമല്ല, പൊട്ടിത്തെറിയുടെ സന്ദേശമല്ല, സ്പർദ്ധയുടെ സന്ദേശമല്ല, പാപികളെ സ്നേഹിക്കുന്ന ക്രൂശിൻ്റെ സന്ദേശം ഇന്ന് രാത്രി അകത്തളങ്ങളിൽ വെളിപ്പെടുമ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എത്രയെത്ര സാക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയാമോ? തിരുവനന്തപുരം ചെങ്കൽച്ചൂള ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. ഞാൻ ചെങ്കൽച്ചൂളയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വരും. എനിക്കറിയാം. എൻ്റെ കൂടെ അന്ന് കീബോർഡ് വായിക്കുന്ന സ്റ്റാൻലിയാണ് ഞങ്ങളുള്ളത്. എല്ലാവരും കേൾക്കണം, പാസ്റ്റർമാരൊക്കെ കേൾക്കണം. ഇന്ന് ചെങ്കൽച്ചൂളയെ പറ്റി എല്ലാം കടന്ന് കലാലും മലാലും തള്ളിക്കൊണ്ടിരിക്കുക. ഇന്നായി അവൻ്റെയൊക്കെ കലാലായത് അവിടെ നിൽക്കട്ടെ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി 2013-12 കാലം ചെങ്കൽച്ചൂട്ടിൽ തോട്ടിൻ്റെ മേളിൽ പലകയിട്ടിട്ട് ഞാൻ പ്രസംഗിക്കും, സ്റ്റാൻലി കീബോർഡ് വായിക്കും, അവരെല്ലാവരും കേക്ക്. ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ സ്ഥലം കാലിയാക്കുമായിരുന്നു. അതിലെ പോകുന്നവർ ചെറുപ്പക്കാർ കേട്ടാട്ടെ മക്കളെ, അന്ന് ഞങ്ങളെ കാർക്കിച്ച് തുപ്പുമായിരുന്നു. കാർക്കിച്ച് തുപ്പു. അവരെന്താ പറയുന്നത്? ആ ചെങ്കൽച്ചൂളയിൽ ദൈവത്തിൻ്റെ വചനം വിളമ്പി. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വീണ്ടും ചെങ്കൽച്ചൂളയ്ക്കകത്ത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗോപകുമാർ സാർ ആ യോഗത്തിനുണ്ടായിരുന്നു. ഒരമ്മച്ചി വന്ന് പറഞ്ഞു, ഹൈന്ദവ സഹോദരി അമ്മച്ചി പറഞ്ഞു, പണ്ട് തൊട്ടേ പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനൊരു മതവും മാറിയിട്ടില്ല, പക്ഷേ യേശുപ്പച്ചനോട് നിലവിളിച്ചു. എൻ്റെ മോൻ ഖത്തറിൽ ഇന്ന് സുന്ദരനായ ഒരു എഞ്ചിനീയർ. ഊരൂട്ടമ്പലത്ത് ഞങ്ങളൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. കരമുയർത്തുന്നവർക്ക് ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ഇത് മതം മാറ്റത്തിൻ്റെ സുവിശേഷമല്ല, ഇത് മനം മാറ്റി നിന്നെ അക്കരെ എത്തിക്കുന്നതാ. അതിൻ്റെ പേര് മാനസാന്തരം.